അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത് ശരീഅത്ത് നിയമം വഴി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും. ഞാൻ കണ്ടുമുട്ടിയ വഴിയെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. ആ കണ്ടുമുട്ടിയത് കൊണ്ട് എല്ലാ വഴികളും എനിക്ക് തുറന്ന് കിട്ടിയിട്ടുമുണ്ട്. എല്ലാ വഴി അറിയാം. എന്നാലും ഞാൻ സഞ്ചരിച്ച വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിനോട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് വേണം ബാത്റൂമിൽ കയറാൻ. നമ്മളൊരു കാര്യവും ചെയ്യുന്നില്ല. ചെയ്യാതെ എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും? അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാതെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ കഴിയും? നമ്മൾ വിചാരം നമ്മൾ മുസ്ലിമായി ജനിച്ച് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു അഹങ്കാരമായിപ്പോയി. ഞാൻ കുറേ നിസ്കരിച്ചല്ലോ, ഞാൻ വല്ല നോമ്പ് പിടിച്ചല്ലോ, അപ്പോൾ പടച്ചവൻ എനിക്ക് സ്വർഗം തന്നേ പറ്റും എന്നുള്ള അഹങ്കാരത്തിൻ്റെ രീതിയായിപ്പോയി. ഇൽമിൽ പോലും വിനയം പ്രാപിക്കണം. അള്ളാഹുവിൻ്റെ വലിപ്പത്തിനെ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടോ? അള്ളാഹുവിനെ വില കൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ വില കൽപ്പിക്കാത്തതുണ്ടോ? അള്ളാഹു ആരെക്കുറിച്ചും അശ്രദ്ധനല്ല. അവൻ സൃഷ്ടിച്ച സൃഷ്ടിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവനറിയത്തില്ലേ? അവനറിയത്തില്ലേ? തൊട്ടടുത്തില്ലേ നമ്മുടെ? അത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ അടിമകളുടെ അടുക്കിലേക്ക് പോകുന്നത്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരൊരിക്കലും അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് പോകത്തില്ല. അവനെല്ലാ കാര്യവും ഒന്നും അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അള്ളാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്ന വിശ്വാസത്തിൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എനിക്കൊരു വീട് വേണേ, അള്ളാഹു എൻ്റെ മകളെ കെട്ടിക്കണേ. മകളെ കെട്ടിക്കണേന്ന് മകളെ കെട്ടിക്കാനുള്ള സാഹചര്യം വേണമെന്ന് ദുആ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളത്. പെൺമക്കളുടെ മാതാപിതാക്കന്മാർക്ക് അങ്ങോട്ട് മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാം 10 വർഷം പണിയെടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നാൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ ആ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല. കുറേ പള്ളികളും കുറേ ഉസ്താദന്മാരും കുറേ പ്രാസംഗികരും എല്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഇസ്ലാമിൻ്റെ കർമ്മം നടക്കുന്നില്ല. ദജ്ജാലിൻ്റെ ഫിത്നയിലാണ് നിങ്ങൾ. ആ ദജ്ജാലിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എന്നാലേ ദജ്ജാലിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇമാം മഹ്ദി വന്നാലും നിങ്ങൾക്ക് തിരിച്ചറിയത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാനൊരു മുന്നറിയിപ്പുകാരനാണ്, ഒരു താക്കീതുകാരനാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം.